നമസ്കാരം. ഏറ്റുമാനൂരിൽ ഭാര്യയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ കേസിൽ തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയപറമ്പിൽ നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തുടരന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ്. നോബിയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ഭാര്യയും മക്കളും ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ ഭർത്താവിന്റെ സഹോദരനെതിരെയും ആരോപണമുണ്ട്. യുവതിയെയും 2 മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ വൈദികനായ ഭദ്രസഹോദരന് പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. സംഭവത്തിൽ വിദേശത്തുള്ള വൈദികന്റെ പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കേസിൽ ഭർത്താവായ നോബി ലൂക്കോസിനെ മാത്രമാണ് പോലീസ് നിലവിൽ പ്രതിയാക്കിയിട്ടുള്ളത്. ഷൈനി മരിക്കുന്നതിന് തലേന്ന് മദ്യലഹരിയിൽ നോബി ഫോണിൽ വിളിച്ചു എന്ന് പോലീസ് കണ്ടെത്തി. വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്ന് നോബി പറഞ്ഞു. കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തരില്ലെന്നും അറിയിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഫോൺ വിളിച്ച കാര്യങ്ങൾ നോബി സമ്മതിച്ചിട്ടുണ്ട്. നോബിക്കെതിരെയുള്ള ഗാർഹിക പീഡന കേസ് കൂടി എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും കൂട്ടുകാരിയോട് ഷൈനി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഭർത്താവ് നോബി വിവാഹമോചന കേസിനോട് സഹകരിക്കുന്നില്ല, കേസ് നീണ്ടുപോകുന്നുവെന്നും പറയുന്നുണ്ട്. എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അപേക്ഷിച്ചു തുടങ്ങുന്ന സന്ദേശത്തിൽ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഷൈനി പറയുന്നുണ്ട്. അമേരിക്കയിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെങ്കിൽ 1 വർഷത്തോളം വേണം. വിവാഹമോചന കേസിൽ പലതവണ കോടതി വിളിപ്പിച്ചിട്ടും ഭർത്താവ് വന്നില്ല. കഴിഞ്ഞ മാസം 17-ന് ഹിയറിംഗ് ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിട്ട് പോലും ഹാജരായില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഇങ്ങനെയാണ് ഷൈനിയുടെ സംഭാഷണം. ആത്മഹത്യക്ക് മുൻപും നോബിയും ഷൈനിയും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ആത്മഹത്യ ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഷൈനി സുഹൃത്തിന് അയച്ച സന്ദേശമാണ് പുറത്തു വന്നത്. നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയുമായ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവനൊടുക്കിയത്. അന്ന് പുലർച്ചെ നോബി ഭാര്യയെ ഫോണിൽ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു. ഭാര്യയ്ക്ക് ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചതായി നോബി പോലീസിനോട് സമ്മതിച്ചു. ഡിലീറ്റ് ചെയ്ത ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. ഷൈനിയുടെ മൊബൈൽ ഫോണും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ആത്മഹത്യക്ക് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.